ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി ചിക്കൻ വരട്ടിയതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതാ 3-4 ഓനിയൻസ്, പിന്നെ ഒരു 5 തക്കാളി, പിന്നെ കുറച്ച് ഇഞ്ചി പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയും കൂടെ ചതച്ചത്. ഇതിൻ്റെ സ്പെഷ്യൽ എന്താ അറിയോ, ചിക്കൻ നമ്മൾ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഫുള്ളായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡ് ഒന്ന് ഹാഫ് കുക്കായിട്ട് എടുത്തതിന് ശേഷം ചിക്കനെല്ലാം മാറ്റി വയ്ക്കുക. പിന്നെ അതേ ചിക്കൻ പൊരിച്ച ആ എണ്ണയിലേക്ക് തന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ സവാള അതൊക്കെ ഒന്ന് ഇട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക. ഞാൻ ഇതിൽ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിൻ്റെ അകത്താണ് എല്ലാ മസാലയും ചേർത്തിട്ടില്ല കേട്ടോ. ഉള്ളിലേക്ക് വേറെ അധികം മസാലസ് ഒന്നും ചേർത്തിട്ടില്ല. ആവശ്യത്തിന് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ചിക്കൻ മസാല, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല, ഇതൊക്കെ കൂടി മാഗ്നേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ളത്. ഉള്ളി നന്നായിട്ട് വാടി വരുന്ന സമയത്ത് നമ്മളിത് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടൊമാറ്റോ നല്ല പോലെ ഉടയണം കേട്ടോ. നന്നായിട്ട് അതിൽ മിക്സായി നല്ല പോലെ ഉടഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ചിക്കൻ ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഞങ്ങൾക്ക് കുറച്ച് എന്താ പറയുക, ചിക്കൻ മസാല കുറവായി തോന്നിയതുകൊണ്ട് ഞങ്ങൾ ഇതിലേക്ക് കുറച്ചും കൂടെ ചിക്കൻ മസാല ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു ടേസ്റ്റിന് മല്ലിച്ചപ്പും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഇനി ഇത് അടച്ചു വെച്ച് കുറച്ച് സമയം നല്ല പോലെ കുക്ക് ചെയ്തെടുക്കും. അപ്പൊ ഇതാ നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞ് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ദെൻ നമ്മൾ അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യും. ഹാഫായിട്ട് വേവായ ചിക്കൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം കൂടെ വെന്താൽ മതി. വേറെ എക്സ്ട്രാ പരിപാടിയോ കാര്യങ്ങളോ വെള്ളമോ ഒന്നും ഞങ്ങൾ ആഡ് ചെയ്യുന്നില്ല. ആൻഡ് ഇത് നന്നായിട്ട് ചിക്കനിലേക്ക് പിടിക്കണം. അതായത് ഉള്ളി നല്ല പോലെ പിടിച്ച് ചിക്കനിലുള്ള മസാലയും ഉള്ളിയും ഒക്കെ കൂടെ ഒന്ന് നല്ല പോലെ യോജിച്ച് വരണം. ദെൻ നമ്മൾ നല്ലപോലെ ഇളക്കിയതിന് ശേഷം ബാക്കിയുള്ള നമ്മൾ മല്ലിച്ചപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് ഒന്ന് കുറച്ച് സമയം കുക്ക് ചെയ്തെടുക്കുക. കഴിഞ്ഞു. അത്രയേ ഉള്ളൂ പരിപാടി. അടിപൊളിയായിട്ടുള്ള ചിക്കൻ വരട്ടിയത് ഇവിടെ റെഡി ആയി കിട്ടും. നിങ്ങൾക്ക് കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നതാണ് അതിന്റെ ഒരു പാകം. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ വരട്ടിയത് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ബട്ട് ട്രസ്റ്റ് മീ ഗൈസ്, ഇത് അവിടെ കിട്ടുന്നതിനേക്കാളും അടിപൊളി ആൻഡ് യമ്മി ആയിട്ടുള്ള ചിക്കൻ വരട്ടിയതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പൊ ഓക്കെ, ബൈ.